ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പീച്ചിങ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പീച്ചിങ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലെ സീഡൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കത് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് നമുക്ക് പെറ്റലിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഇതളാക്കിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കൊരു പീച്ചിങ്ങയുടെ കഷ്ണത്തിൽ നമുക്ക് 3 ഇതളുകൾ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഫ്ലവറിന് 4 ഇതളുകളാണ് വേണ്ടത്. ഇനി നമുക്ക് അതിൻ്റെ നടുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രൗൺ കളർ ചാർട്ട് പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഇതിന് പകരം നിങ്ങൾക്ക് സൂര്യകാന്തിയുടെ വിത്തൊക്കെ വെക്കാൻ പറ്റും കേട്ടോ. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ചാർട്ട് പേപ്പറാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു കമ്പി ഇതിൽ വെച്ചിട്ട് നമുക്കത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ അതിൻ്റെ നടുക്കായിട്ട് കൊടുക്കുന്നത്. ഇനി ഓരോ പെറ്റലും നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ അതിന് ചുറ്റും നൂല് വെച്ച് കെട്ടി കൊടുക്കുക കേട്ടോ ചെയ്യണത്. നമുക്ക് ഒറ്റ ചുറ്റുമ്പോൾ തന്നെ അത് നന്നായിട്ട് മുറുകി കിട്ടും. കാരണം പീച്ചിങ് ആയ കാരണം നമുക്ക് പെട്ടെന്ന് ചുറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. രണ്ടാമത്തെ പെറ്റലും ഞാൻ വെച്ച് കെട്ടിയിട്ടുണ്ട്. അതുപോലെ 3ഉം 4ഉം പെറ്റൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ കെട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ കെട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചൊരു മുട്ടുണ്ടല്ലോ, ആ മുട്ട് നമുക്കതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ മുട്ട ഇതുപോലെ തന്നെ ശരിക്ക് താഴെ ഭാഗം കുറച്ച് പിന്നെ വീതി കൂടിയിട്ടും മോൾ ഭാഗം കുറച്ച് വീതി കുറഞ്ഞിട്ടുമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണം കേട്ടോ. ഈ പൂവിലേക്ക് ഒരു കമ്പി താഴെ ഒരു കമ്പി കൊടുത്തതിന് ശേഷം നമുക്ക് ആ പൂവിലേക്ക് താഴെ ഭാഗം നമ്മൾ നൂലിട്ടിട്ട് നന്നായിട്ട് കെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഊരി വിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ആ പൂവിൻ്റെ കൂടെ അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ആ കമ്പി ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൽ ജോയിൻ്റ് ആയിക്കോളും. അതിനുശേഷം ഞാൻ ഇതിലൊരു കോണിൻ്റെ, അതായത് ചോളത്തിൻ്റെ ആ തോലുണ്ടല്ലോ, അതാണ് ഞാനിവിടെ ലീഫായിട്ട് കൊടുത്തിട്ടുള്ളത്. ഗ്രീനല്ല, ഈ ഇതേ കളറാവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ നടുക്ക് ഞാൻ പിന്നെ നൂൽക്കമ്പി വെച്ചിട്ടാണ് ഈ ഫ്ലവർ ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇതിൻ്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഫുൾ വീഡിയോ ഇട്ടോളാം കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഇനിയും വീണ്ടും വരാം ഞാൻ.